നമസ്കാരം. ഇന്നത്തെ ഈയൊരു പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഓഫീസിലേക്കുള്ള യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യുന്ന സമയമാകാം. എന്തുതന്നെയായാലും പുതിയ കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ താൽപ്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈയൊരു ഡീപ് ഡൈവ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉറപ്പാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിപണിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അതെ, വിപണിയെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളവരാണ് നിങ്ങളെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചില നമ്പറുകളില്ലേ, അതിന് പിന്നിലെ വലിയ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓൾ ഫോർ ഗുഡ് എന്ന യൂട്യൂബ് ചാനലിലെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിന്റെ 18ാമത്തെ ക്ലാസ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. നമ്മളൊരു ട്രേഡിംഗ് ആപ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ന്യൂസ് വായിക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ കാണുന്ന 2 ടേമുകളുണ്ടല്ലോ. 52 വീക്ക് ഹൈ, പിന്നെ 52 വീക്ക് ലോ. കൃത്യം, 52 വീക്ക് ഹൈ, അതുപോലെ 52 വീക്ക് ലോ. ഒറ്റനോട്ടത്തിൽ ഇതൊരു ലളിതമായ കണക്കല്ലേ, ഇതിൽ ഇത്ര ചിന്തിക്കാനെന്തിരിക്കുന്നു എന്നും നമുക്ക് തോന്നാം. സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക. എന്നാൽ ഈ നമ്പറുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു നിക്ഷേപക മനഃശാസ്ത്രമുണ്ട്. മാർക്കറ്റ് സൈക്കോളജി എങ്ങനെയാണ് ഈ 2 നമ്പറുകളിൽ കറങ്ങുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എനിക്ക് ശരിക്കും വലിയ ആകാംക്ഷയുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. തീർച്ചയായും. പക്ഷേ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതിനൊരു കൃത്യമായ ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്ന ഈ ഉറവിടത്തിൽ ഇതിന് തൊട്ടു മുൻപുള്ള 17ാമത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു. വോളിയം അനാലിസിസ് അല്ലേ? അതെ, വോളിയം അനാലിസിസ്. ഓഹരി വിപണിയിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിനൊപ്പം വോളിയം കൂടി നോക്കിയില്ലെങ്കിൽ അതൊരു പൂർണ്ണമായ അനാലിസിസ് ആകില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയമായ 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ലോ എന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. വോളിയം പോലെയുള്ള മറ്റ് ഇൻഡിക്കേറ്ററുകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നമ്പറുകൾ ശരിക്കും നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അതായത് വെറുതെ ഒരു വിലമാറ്റം പോരാ. അതെ, ഒരു ഓഹരിയുടെ വില വെറുതെ മുകളിലേക്ക് പോവുകയാണോ അതോ വലിയ തോതിൽ ആളുകൾ വാങ്ങിക്കൂട്ടുന്നതുകൊണ്ടാണോ, എന്നുവെച്ചാൽ ഹൈ വോളിയം കാരണമാണോ വില കൂടുന്നത് എന്ന് മനസ്സിലാക്കാൻ വോളിയം അനാലിസിസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ നമ്പറുകളെ സമീപിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വോളിയം ഇല്ലാത്ത വിലമാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ ചതിക്കുഴിയിൽ ചാടിച്ചേക്കാം. എന്തായാലും കേൾവിക്കാർക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഉദാഹരണത്തിലൂടെ തന്നെ തുടങ്ങാം. അതായിരിക്കും കൂടുതൽ എളുപ്പം. നിങ്ങൾ കമ്പനി ABC എന്നൊരു കമ്പനിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇന്നൊരു ട്രേഡിംഗ് ആപ്പ് തുറന്നു നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില 100 രൂപയാണ്. 100 രൂപ. അതെ, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ, അതായത് കൃത്യം 52 ആഴ്ചത്തെ അവരുടെ സ്റ്റോക്ക് ചാർട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ഈ ഒരു വർഷത്തിനിടയിൽ പല വാർത്തകൾ വന്നിട്ടുണ്ടാകാം, മാർക്കറ്റ് കയറിയിട്ടും ഇറങ്ങിയിട്ടുമുണ്ടാകാം. സ്വാഭാവികമാണല്ലോ. ഈ ഏറ്റക്കുറച്ചിലുകൾക്കിടയിൽ ആ ഓഹരി എത്തിയ ഏറ്റവും ഉയർന്ന വില ഒരുപക്ഷേ 150 രൂപയായിരിക്കാം. ഈ 150 രൂപയാണ് ആ കമ്പനിയുടെ 52 വീക്ക് ഹൈ. അതെ. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ആ ഓഹരി വില വല്ലാതെ താഴേക്ക് പോയ ഒരു സമയമുണ്ടാകും. അങ്ങനെ അതെത്തിയ ഏറ്റവും താഴ്ന്ന വില ഒരു 80 രൂപയാണെങ്കിൽ ആ 80 രൂപയാണ് കമ്പനിയുടെ 52 വീക്ക് ലോ. അപ്പോൾ ഇന്നത്തെ വില 100, കഴിഞ്ഞൊരു വർഷത്തെ ഹൈ 150, ലോ 80. വളരെ സിമ്പിളായൊരു കണക്കാണിത്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊരു വെറും ഗണിതശാസ്ത്രമല്ല എന്നതാണ്. ഈ നമ്പറുകൾ എങ്ങനെയാണ് മാർക്കറ്റിലെ ആളുകളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 150ഉം 80ഉം ഇത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്? അവിടെയാണ് മാർക്കറ്റ് സൈക്കോളജിയുടെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. നിക്ഷേപകർ എന്തിനാണ് ഈ നമ്പറുകളെ ഇത്രയധികം ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു ബെഞ്ച്മാർക്കായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഉത്തരം. ബെഞ്ച്മാർക്ക് എന്നുവെച്ചാൽ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും കാര്യങ്ങളെ താരതമ്യം ചെയ്താണല്ലോ മനസ്സിലാക്കുന്നത്. ഒരു ഓഹരി ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ നല്ല സമയത്താണോ അതോ മോശം സമയത്താണോ എന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ ഇത് സഹായിക്കുന്നു. ഇവിടെ നമ്മൾ സാങ്കേതികമായി മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്: സപ്പോർട്ട്, അതുപോലെ റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതെ, ഈ 52 വീക്ക് നമ്പറുകൾ പലപ്പോഴും വളരെ ശക്തമായ സപ്പോർട്ട് ലെവലുകളും റെസിസ്റ്റൻസ് ലെവലുകളുമായി പ്രവർത്തിക്കാറുണ്ട്. ഇതൊരു അദൃശ്യമായ മതിൽ പോലെയാണ് വിപണിയിൽ നിൽക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന കൺസെപ്റ്റ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊന്ന് വിശദീകരിക്കാമോ?
നമ്മൾ നേരത്തെ പറഞ്ഞ 150 രൂപ എന്ന ആ പോയിന്റിലെത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആ 150 രൂപ എന്ന പോയിന്റിനെ ഒരു ഗ്ലാസ് സീലിംഗ് ആയിട്ട് സങ്കൽപ്പിക്കുക. വില പതുക്കെ 100-ൽ നിന്നും 110, 120 ഒക്കെ കഴിഞ്ഞ് വീണ്ടും ആ 180ലേക്ക് അടുക്കുകയാണെന്ന് കരുതുക. ഇവിടെ പലതരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഒന്ന്, നേരത്തെ 80 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഈ ഓഹരി വാങ്ങിയ ആളുകൾ. വില 150-ലെത്തുമ്പോൾ അവർക്ക് വലിയൊരു ലാഭമാണ് കിട്ടുന്നത്. ആ ലാഭം നഷ്ടപ്പെടാതിരിക്കാൻ അവർ എന്തു ചെയ്യും? അവർ വിൽക്കാൻ നോക്കുമല്ലേ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കൃത്യം. അവർ തങ്ങളുടെ ഓഹരികൾ വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഈ ഓഹരി 150 രൂപയിൽ നിന്ന് സമയത്ത് അത് വാങ്ങിയിട്ട് പെട്ടെന്ന് വില താഴേക്ക് പോയതുകൊണ്ട് മാസങ്ങളായി നഷ്ടത്തിലിരുന്ന ആളുകൾ. അവർക്കിപ്പോൾ സമാധാനമാവും. അതെ. എങ്ങനെയെങ്കിലും എന്റെ ആ പഴയ വിലയായ 150-ലൊന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു, നഷ്ടമില്ലാതെ വിറ്റൊഴിവാക്കാമായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവരാണവർ. വില വീണ്ടും ആ പഴയ ഹൈയിലെത്തുമ്പോൾ അവരും കൂട്ടത്തോടെ വിൽക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒരേ സമയം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞു. അതായത് ആ 150 രൂപ എന്ന കടമ്പ കടന്ന് മുകളിലേക്ക് പോകാൻ ഓഹരിക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതെ. ഈ സപ്ലൈ അഥവാ വിൽപ്പനക്കാരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും വില അവിടെ തട്ടി താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് 52 വീക്ക് ഹൈ ഒരു റെസിസ്റ്റൻസായി മാറുന്നത്. ഇനി ഇതിന്റെ നേരെ വിപരീതമായ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഓഹരി വില താഴേക്ക് വന്ന് അതിന്റെ ലോ പോയിന്റായ 80 രൂപയിലെത്തുമ്പോൾ എന്തായിരിക്കും വിപണിയുടെ പ്രതികരണം? അതെനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. വില 80-ലെത്തുമ്പോൾ ആളുകൾ വാങ്ങാൻ വരുമായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു വർഷമായി 100-ലും 150-ലുമൊക്കെ ട്രേഡ് ചെയ്തിരുന്നൊരു സാധനം ഇപ്പോൾ വലിയ വിലക്കുറവിൽ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കിട്ടുന്നതുപോലെ കിട്ടുകയാണല്ലോ. അതെ. ഈ കമ്പനി അടിസ്ഥാനപരമായി നല്ലൊരു കമ്പനിയാണെങ്കിൽ, അതിന്റെ ബിസിനസ് മോശമായിട്ടില്ലെങ്കിൽ, കേവലം വിപണിയിലെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് വില 80-ലെത്തിയതെങ്കിൽ അവിടെ സ്മാർട്ടായ നിക്ഷേപകർ വരും. അവർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. അതെ. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നു എന്ന് കരുതി നിക്ഷേപകർ അത് വാങ്ങാൻ കൂട്ടം കൂടും. ഡിമാൻഡ് പെട്ടെന്ന് വർദ്ധിക്കും. ഈ വാങ്ങൽ താൽപ്പര്യം അഥവാ ബൈയിങ് പ്രഷർ കാരണം ആ 80 രൂപയിൽ നിന്ന് വില പിന്നെ താഴേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാകും. അതൊരു സപ്പോർട്ടായി മാറുന്നു. അതെ, ഇതൊരു ശക്തമായ സപ്പോർട്ടായി അവിടെ പ്രവർത്തിക്കും. താഴേക്ക് വീഴുന്നൊരാളെ ഒരു വല വിരിച്ചു പിടിക്കുന്നത് പോലെയാണിത്. ഇതാണ് ഈ നമ്പറുകൾക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന വെറും പച്ചയും ചുവപ്പും നമ്പറുകൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളും ഭയവുമാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു പുതിയ അറിവാണ്. നമ്മൾ വെറുതെ ചാർട്ട് നോക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ലല്ലോ. ഇവിടെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും പറഞ്ഞു. പക്ഷേ ഈ നമ്പറുകൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ട്രേഡർമാർ എങ്ങനെയാണ് തീരുമാനങ്ങളെടുക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. ഈ കോഴ്സിൽ മൊമെന്റം ട്രേഡേഴ്സിനെയും വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെയും കുറിച്ച് പറയുന്നുണ്ടല്ലോ. എല്ലാവരും ഈ നമ്പറുകളെ ഒരേപോലെ അല്ല സമീപിക്കുന്നത് എന്ന് തോന്നുന്നു. പലർക്കും പല സ്ട്രാറ്റജികളല്ലേ ഉള്ളത്? അതെ. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങളെടുക്കുന്ന പ്രധാനമായും 2 തരം ആളുകളാണുള്ളത്. ഈ 2 കൂട്ടരും ചിന്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ, ഒരുപക്ഷെ നേർവിപരീതമായ രീതികളിലാണെന്ന് പറയാം. നേർവിപരീതമോ? അതെ. ഒന്നാമത്തെ വിഭാഗം മൊമെന്റം ട്രേഡേഴ്സ് ആണ്. രണ്ടാമത്തെ വിഭാഗം വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. വിപണിയിലെ ഈ 2 വിഭാഗങ്ങളുടെയും സൈക്കോളജി മനസ്സിലാക്കുന്നത് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ സോഴ്സിൽ വായിച്ചെടുത്ത ഒരു കാര്യം വെച്ച് ചോദിക്കുകയാണ്. ഈ മൊമെന്റം ട്രേഡേഴ്സ് അവർ ശരിക്കും ഈ 52 വീക്ക് ഹൈ ഭേദിച്ച് മുകളിലേക്ക് പോകുന്ന ഓഹരികളെയാണ് തിരഞ്ഞുപിടിച്ച് വാങ്ങുന്നത്, അല്ലേ? എനിക്കത് വായിച്ചപ്പോൾ വലിയ അത്ഭുതം തോന്നി. അത്ഭുതം തോന്നാൻ കാരണമുണ്ട്. അതെ. കാരണം നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്നത്, അയ്യോ, വില ഇപ്പോൾ തന്നെ 150 രൂപയായി, കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് നിൽക്കുന്നത്, ഇത്രയും വില കൂടിയ സമയത്ത് ഇനി അത് വാങ്ങാൻ പാടില്ല എന്നായിരിക്കുമല്ലോ. എന്നാൽ ഈ മൊമെന്റം ട്രേഡേഴ്സ് എന്തിനാണ് ഇത്രയും ഉയർന്ന നിലയിൽ പോയി വീണ്ടും വാങ്ങുന്നത്? അവിടെ അവർക്ക് ലാഭം കിട്ടാൻ സാധ്യത കുറവല്ലേ? അവിടെയാണ് അവരുടെ സ്ട്രാറ്റജിയുടെ ബുദ്ധിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 150 രൂപ എന്നത് ഒരു വലിയ റെസിസ്റ്റൻസ് ആണെന്ന്. അവിടെ എത്തുമ്പോൾ ഒരുപാട് പേർ വിൽക്കാൻ ശ്രമിക്കും. അതെ.
എന്നാൽ ആ വിൽപ്പന സമ്മർദ്ദത്തെ മുഴുവൻ മറികടന്നുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വലിയ വോളിയത്തോടെ ആ ഓഹരി 151ഉം 155ഉം കടന്നു കുതിക്കുന്നു എന്ന് കരുതുക. ഇതിനെയാണ് നമ്മൾ ബ്രേക്കൌട്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഗ്ലാസ് സീലിംഗ് പൊട്ടിച്ച് മുകളിലേക്ക് പോകുന്നത് പോലെ. അതായത് റെസിസ്റ്റൻസ് തകർത്ത് മുകളിലേക്ക് പോകുന്നു. കൃത്യം. മൊമെന്റം ട്രേഡേഴ്സ് ചിന്തിക്കുന്നത് ഒരു ഓഹരി അതിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ റെസിസ്റ്റൻസും ഭേദിച്ച് മുകളിലേക്ക് കുതിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തോ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ്. ഒരുപക്ഷെ അവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവാം. അതെ, അല്ലെങ്കിൽ ലാഭം വല്ലാതെ കൂടിയിട്ടുണ്ടാകാം. ആ വാർത്ത പുറത്തുവരുന്നതിനു മുൻപ് തന്നെ മാർക്കറ്റ് അത് പ്രതിഫലിപ്പിക്കുകയാണ്. ആ വലിയ കുതിപ്പിന്റെ, ആ മൊമെന്റത്തിന്റെ കൂടെ സഞ്ചരിച്ച് പെട്ടെന്ന് ലാഭമുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ട്രെയിൻ സ്പീഡിൽ പോകുമ്പോൾ അതിൽ ചാടിക്കയറി കുറച്ചു ദൂരം സഞ്ചരിച്ച് ലാഭത്തോടെ ഇറങ്ങുന്ന ഒരു രീതിയാണിത്. വളരെ കൃത്യമായൊരു അനാലോജിയാണിത്, ഓടുന്ന ട്രെയിനിൽ കയറുന്നതുപോലെ. എന്നാൽ ഇനി രണ്ടാമത്തെ കൂട്ടരായ വാല്യൂ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം നോക്കാം. ഇവർ മൊമെന്റം ട്രേഡേഴ്സിന്റെ നേരെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. പൂർണ്ണമായും വിപരീതമാണ്. അവർ ഒരിക്കലും ഈ ഉയർന്ന വിലയിലെ സാധനം വാങ്ങില്ല. മറിച്ച് 52 വീക്ക് ലോയിൽ എത്തുമ്പോഴാണ് അവർ സജീവമാകുന്നതല്ലേ. വിപണിയിൽ എന്തെങ്കിലും താൽക്കാലികമായ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സെക്ടറിനെ ബാധിച്ച എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വാർത്തകൾ കൊണ്ടോ വളരെ നല്ല ഫണ്ടമെന്റൽസ് ഉള്ള ഒരു കമ്പനിയുടെ ഓഹരി വില താഴെ എത്തിയെന്ന് കരുതുക. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഇതിനെ ഒരു സുവർണ അവസരമായിട്ടാണ് കാണുന്നത്. അതെ, വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നത് ക്ഷമയുടെ ഒരു കഴിയാണ്. ഭാവിയിൽ വലിയ വില ലഭിക്കാൻ സാധ്യതയുള്ള യഥാർത്ഥ മൂല്യമുള്ള ഒരു സാധനം ഇപ്പോൾ വിപണിയിലെ പരിഭ്രാന്തി കാരണം വളരെ വലിയ ഡിസ്കൗണ്ടിൽ കിട്ടുന്നു എന്നതാണ് അവരുടെ ചിന്ത. നമ്മൾ നേരത്തെ പറഞ്ഞ 80 രൂപയുടെ ലെവലിൽ അവർ വാങ്ങും. അതെ, ആ സപ്പോർട്ട് ലെവലിൽ അവർ പതുക്കെ നിക്ഷേപം നടത്തുന്നു. അവർക്ക് തിരക്കില്ല, കാരണം കമ്പനിയുടെ ബിസിനസ് മോശമായിട്ടില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. കുറച്ചു മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വില വീണ്ടും 100ലോ 150ലോ എത്തുമെന്നവർ വിശ്വസിക്കുന്നു. വാറൻ ബഫറ്റിനെ പോലെയുള്ള ഇതിഹാസ നിക്ഷേപകർ ഇത്തരം അവസരങ്ങളാണ് എപ്പോഴും കാത്തിരിക്കുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ട്വിസ്റ്റ് ആകുന്നത്. ഈ വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിലെ ഏറ്റവും വലിയൊരു നിമിഷമുണ്ടായത് ഒരു പ്രത്യേക മുന്നറിയിപ്പ് വായിച്ചപ്പോഴാണ്. ആ മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, നമ്മൾ വിചാരിക്കും, ഒരു ഓഹരി അതിന്റെ 52 വീക്ക് ലോയിലെത്തി, ഡിസ്കൗണ്ട് സെയിലാണ്, വേഗം പോയി വാങ്ങിക്കളയാമെന്ന്. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത് എന്ന് കോഴ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശരിയാണ്. ഒരു ഓഹരി ലോയിൽ എത്തിയെന്നതുകൊണ്ട് മാത്രം ഒരിക്കലും കണ്ണും പൂട്ടി അത് വാങ്ങാൻ പാടില്ല. അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ല, അതൊരു തരം ചൂതാട്ടമാണ്. കാരണം ആ കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ അഥവാ ഫണ്ടമെന്റൽസ് ശരിക്കും തകർന്നതുകൊണ്ടാകാം അതിന്റെ വില അങ്ങനെ താഴേക്ക് പോകുന്നത്. അതെ, കമ്പനിക്ക് വലിയ കടബാധ്യത വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മോഡൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഉറവിടത്തിൽ തന്നെ ഇതിനെ വിശദീകരിക്കാൻ വളരെ ശക്തമായൊരു ഉപമ നൽകിയിട്ടുണ്ട്. വീഴുന്ന കത്തി. അതെ, വീഴുന്ന കത്തി. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇല്ലാത്ത ഒരു കമ്പനിയുടെ ഓഹരികൾ വെറും വിലക്കുറവാണെന്ന് കരുതി വാങ്ങാൻ ശ്രമിക്കുന്നതിനെ വിപണിയിൽ നമ്മൾ വിളിക്കുന്നത് വീഴുന്ന കത്തി പിടിക്കാൻ ശ്രമിക്കുക എന്നാണ്. ക്യാച്ചിങ് എ ഫോളിംഗ് നൈഫ്. അതൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു മേശപ്പുറത്ത് നിന്ന് താഴേക്ക് അതിവേഗം വീണുകൊണ്ടിരിക്കുന്ന വളരെ മൂർച്ചയുള്ള ഒരു കത്തി. അത് നിലത്ത് വീഴുന്നതിനു മുൻപ് നിങ്ങളത് കൈകൊണ്ട് പിടിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? കൈമുറിയും, അല്ലാതെന്ത്? നിങ്ങളുടെ കൈ മുറിയുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. അതുപോലെയാണ് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ തട്ടിപ്പുകൾ കൊണ്ടോ ബിസിനസ് തകർന്നതുകൊണ്ടോ തുടർച്ചയായി താഴേക്ക് പോകുന്ന ഓഹരികൾ നമ്മൾ വാങ്ങുന്നത്. നമ്മൾ വാങ്ങിയതിനു ശേഷവും വില വീണ്ടും താഴേക്ക് പോവുകയും 80 രൂപ എന്നുള്ളത് 60ഉം 40ഉമൊക്കെയായി മാറി നിങ്ങളുടെ സമ്പാദ്യം മുഴുവനും നഷ്ടമാവുകയും ചെയ്യും. ശരിക്കും അപകടമാണ്. അതുകൊണ്ട് 52 വീക്ക് ലോ എന്നത് ഒരു ഫിൽട്ടർ മാത്രമാണ്. അതൊരിക്കലും ഒരു ഫൈനൽ ഡിസിഷനല്ല. ഒരു ഓഹരി ലോ പോയിന്റിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ വില ഇത്രയും കുറഞ്ഞത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ആ കാരണം താൽക്കാലികമാണെങ്കിൽ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ആ വീഴുന്ന കത്തിയെ നിലത്ത് വീഴാൻ അനുവദിക്കുക. നമ്മൾ എപ്പോഴും സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. തീർച്ചയായും.
നമ്മൾ ചാർട്ടിലെ നമ്പറുകൾ മാത്രം നോക്കി ട്രേഡ് ചെയ്യരുത്. ആ കമ്പനി യഥാർത്ഥത്തിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുകൂടി അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ 52 വീക്ക് ഹൈ ആൻഡ് ലോ ഡേറ്റ സാധാരണക്കാർക്ക് എവിടുന്നാണ് എളുപ്പത്തിൽ ലഭിക്കുക? എല്ലാവർക്കും ഇതിനായിട്ട് വലിയ സോഫ്റ്റ്വെയറുകളൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ നൽകിയ ഉറവിടത്തിൽ ഇതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഈ നമ്പറുകൾ കണ്ടെത്താൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മണി കൺട്രോൾ, ഗൂഗിൾ ഫിനാൻസ് അല്ലെങ്കിൽ screener.in പോലെയുള്ള സൗജന്യ സാമ്പത്തിക പ്ലാറ്റ്ഫോമുകളിൽ ഇത് വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ബ്രോക്കർ ആപ്പുകളിലും കാണാമല്ലോ. അതെ, അതുമാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബ്രോക്കറുടെ ആപ്പുകളിലും, ഉദാഹരണത്തിന് സിറോദ, അപ്സ്റ്റോക്സ് പോലെയുള്ള ആപ്പുകളിൽ ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെ വലിയ അക്ഷരത്തിൽ ഈ നമ്പറുകൾ കാണാം. മാത്രമല്ല, ഇതിൽ പല സ്ക്രീനറുകളും ഇന്ന് ലഭ്യമാണ്. സ്ക്രീനറുകൾ എന്ന് പറയുമ്പോൾ അതായത് ഇന്ന് 52 വീക്ക് ഹൈ ഭേദിച്ച കമ്പനികളുടെ ലിസ്റ്റ് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഈ കോഴ്സിൽ തുടക്കക്കാർക്കായി പറയുന്ന മറ്റൊരു ചെറിയ കാര്യമുണ്ട്. ഈ ആപ്പുകളിലൊക്കെ ചാർട്ടുകൾ നോക്കുമ്പോൾ ഈ ഹൈ പോയിന്റും ലോ പോയിന്റും പലപ്പോഴും പച്ച, ചുവപ്പ് നിറങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാനുള്ള സൗകര്യമുണ്ട്. ഓ, അതായത് വിഷ്വലി പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതെ, ഒരു ഓഹരി അതിന്റെ ഹൈ ലെവലിനടുത്തേക്ക് വരുമ്പോൾ അത് ഗ്രീൻ കളറിലും ലോ ലെവലിനടുത്തേക്ക് പോകുമ്പോൾ റെഡ് കളറിലും കാണാം. ഇതുപയോഗിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ മാർക്കറ്റിലെ ട്രെൻഡ് വേഗത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ വലിയ രീതിയിൽ സഹായിക്കും. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 52 വീക്ക് ഹൈയും ലോവും എന്നത് വിപണിയിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കാനുള്ള വളരെ ശക്തമായ ഒരു ടൂളാണ്. മൊമെന്റം ട്രേഡർമാർ ബ്രേക്കൗട്ടുകൾ കണ്ടുപിടിക്കാനും വാല്യൂ ഇൻവെസ്റ്റർമാർ കുറഞ്ഞ വിലയിൽ നല്ല കമ്പനികളെ സ്വന്തമാക്കാനും ഇതുപയോഗിക്കുന്നു. എന്നാൽ ഇതൊരിക്കലും അവസാന വാക്കല്ല. അതെ, ഇത് നിങ്ങളുടെ അനാലിസിസിലെ ആദ്യത്തെ പടി മാത്രമാണ്. ഒരു ഫിൽട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ലെവലുകളിൽ എത്തുമ്പോഴുള്ള വോളിയം എത്രയാണെന്ന് നോക്കുക, കമ്പനിയുടെ ഫണ്ടമെന്റൽസ് പരിശോധിക്കുക, അത് വീഴുന്ന കത്തിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഈ കോഴ്സിലെ അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്ന വിഷയമാണ്. നമ്മൾ നൽകിയ ഉറവിടത്തിൽ ആ 19ാമത്തെ ക്ലാസ്സിനെക്കുറിച്ച് വളരെ രസകരമായത് സൂചന നൽകുന്നുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ്. അതെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കമ്പനിയെക്കുറിച്ച് ഈ ലോകത്ത് ഏറ്റവും നന്നായി അറിയാവുന്നത് ആർക്കായിരിക്കും? പുറത്തു നിൽക്കുന്ന അനലിസ്റ്റുകൾക്കോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കോ ആയിരിക്കില്ല. മറിച്ച് തീർച്ചയായും ആ കമ്പനി നടത്തുന്ന അതിന്റെ സ്ഥാപകർക്ക്, അതോ ആ പ്രൊമോട്ടർമാർക്ക് തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായും. അപ്പോൾ ആ പ്രൊമോട്ടർമാർ അവരുടെ സ്വന്തം കമ്പനിയുടെ ഓഹരികൾ വിറ്റാൽ നമ്മൾ ഭയക്കണോ? അതോ അവർ വിപണിയിൽ നിന്ന് സ്വന്തം ഓഹരികൾ കൂടുതലായി വാങ്ങിയാൽ നമ്മളും പോയി വാങ്ങണോ? അടുത്തതായി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഇതിലും കൗതുകകരമായ ഒന്നായിരിക്കും. വിഷയം ശരിക്കും മാർക്കറ്റിലെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ വിശകലനം ചെയ്ത ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടേതായ രീതിയിലൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്താണത്? നമ്മൾ ഇന്ന് വളരെ വിശദമായി തന്നെ ആ വീഴുന്ന കത്തിയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഒരു ഓഹരി അതിന്റെ 52 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽസ് മോശമാണെന്ന് കരുതി TV ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം വലിയ വാർത്തകൾ വരികയും സാധാരണക്കാരായ നിക്ഷേപകർ പേടിച്ച് ആ ഓഹരികൾ വിറ്റൊഴിവാക്കുകയും ചെയ്യുകയാണെന്ന് സങ്കൽപ്പിക്കുക. എല്ലാവരും അതിനെ ഒരു വീഴുന്ന കത്തിയായി കാണുന്നു. അതെ, എന്നാൽ അതേസമയം ആരും കാണാതെ അതേ കമ്പനിയുടെ പ്രൊമോട്ടർമാർ തന്നെ ആ വിലക്കുറവിൽ ഓഹരികൾ വൻതോതിൽ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. മാർക്കറ്റ് മുഴുവൻ വിൽക്കുമ്പോൾ കമ്പനിയുടെ ഉള്ളുകള്ളികൾ മുഴുവൻ അറിയാവുന്ന ഓണർമാർ അത് വാങ്ങുന്നു. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും ഭയപ്പെടുന്ന ആ വീഴുന്ന കത്തി യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ നിധിയാണെന്നാണോ ഓഹരി വിപണി നമ്മോട് രഹസ്യമായി പറയുന്നത്? വാവ്, അതൊരു കിടിലൻ ചിന്തയാണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെ കൂടുതൽ ചിന്തിക്കാനും സ്വന്തമായി കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനും പ്രേരിപ്പിക്കട്ടെ. അറിവ് നേടുക എന്നത് നിരന്തരമായ ഒരു പ്രക്രിയയാണല്ലോ. ഈ സംഭാഷണം നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
സമയം ചിലവഴിച്ചതിന് നന്ദി.